എല്ലാ കാലവും എല്ലാവരെയും അങ്ങനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ വന്ന ബ്രേക്കിംഗ് വാർത്തയൊന്ന് കണ്ടു നോക്കൂ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ പിടിയിൽ. കംബോഡിയ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ തിരൂരങ്ങാടി സ്വദേശി മനുവാണ് പിടിയിലായത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നേരത്തെ മനുവിനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ആർ റോഷിപാലാണ് ഈ ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം ചേരുന്നത്. ആർ റോഷിപാൽ, എത്ര പേരെ പറ്റിച്ച ആളാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്, ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത്? കംബോഡിയ കേന്ദ്രീകരിച്ച് വലിയ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ മലയാളി മലപ്പുറം സ്വദേശിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ തിരുവനന്തപുരത്തുകാരനിൽ നിന്നും ഏതാണ്ട് 2 കോടിയോളം രൂപ ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് നടത്തി. അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കംബോഡിയയിലാണ് ഈ മലയാളിയായ വ്യക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനസ്സിലായി. തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു, ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഒടുവിൽ കംബോഡിയയിൽ നിന്നും തിരുച്ചിറപ്പള്ളി വഴി ഇന്ത്യയിലേക്ക് എത്താനുള്ള ശ്രമം അങ്ങനെ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ച് തിരുവനന്തപുരം സൈബർ പോലീസ് എത്തി ഈ മനു എന്ന മലപ്പുറം സ്വദേശിയായ ഓൺലൈൻ തട്ടിപ്പുകാരനെ പിടികൂടുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ACGM കോടതിയിൽ മനുവിനെ ഹാജരാക്കും. 2 കോടി മാത്രമല്ല, നിരവധി ആളുകളെ സമാനമായ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പറ്റിച്ചതിന് പുറമെ കംബോഡിയ കേന്ദ്രീകരിച്ച് കോൾ സെന്റർ തന്നെ പ്രവർത്തിച്ച് നിരവധി മലയാളികളെ അവിടെ ഈ കംബോഡിയയിലേക്ക് പോയത് കംബോഡിയയിൽ മറ്റ് സുഹൃത്തുക്കളുമുണ്ടോ? വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മനുവിന്റെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുവിന് സഹായിക്കാൻ നിരവധി പേരുണ്ട്. പക്ഷേ ഇതിന്റെ മുഴുവൻ ആസൂത്രകനും മനുവാണെന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് പറയുന്നു. ഏതാണ്ട് ഈ തട്ടിപ്പ് തുടങ്ങി അതിൽ ഇടയിൽ ഇങ്ങനെ ഒരാളിൽ നിന്നും 2 കോടി രൂപ തട്ടിയെടുത്തപ്പോഴാണ് അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഓരോ വ്യക്തികളെ പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെടുന്ന വ്യക്തികളിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നതാണ് മനുവിൻ്റെ രീതി. ഓൺലൈൻ വഴി ട്രേഡിങ്ങിന് സഹായം നൽകുന്നു, ഉപദേശം നൽകുന്നു എന്ന വ്യാജേനയാണ് ഈ പരിചയം സ്ഥാപിക്കുക. അങ്ങനെ പിന്നീട് വ്യാജ അക്കൗണ്ടുകൾ അടക്കം വാടകയ്ക്കെടുത്തുകൊണ്ട് പണം ആ അക്കൗണ്ടിലേക്ക് മാറ്റി പിന്നീട് ആ പണം തിരിച്ച് ഓൺലൈൻ ട്രാൻസ്ഫറിലൂടെ തട്ടിപ്പ് നടത്തുക. അങ്ങനെയുള്ള വലിയ തട്ടിപ്പ് രീതിയാണ് മനു അവലംബിച്ച് പോന്നിരുന്നത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയാണ് മനു. നാട്ടിലും ഇതുപോലെയുള്ള തട്ടിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നയാളാണോ? എങ്ങനെയാണ് ഈ ഒരു കംബോഡിയയിൽ കോൾ സെന്റർ അതുപോലെ തന്നെ ഓൺലൈൻ വഴി കോടികൾ തട്ടിയെടുക്കാം, ഈ ഒരു തട്ടിപ്പ് വഴിയിലേക്ക് മനു എത്തുന്നത്? റോഷിപാൽ, സുജയ, ആദ്യം മറ്റൊരു ടീമുമായി ചേർന്നായിരുന്നു കംബോഡിയയിൽ മനു ഇങ്ങനെ ഒരു തട്ടിപ്പ് തുടക്കമിട്ടത്. ഇൻസ്റ്റാഗ്രാമിൽ ആളുകളെ പരിചയപ്പെടും, അവർക്ക് ഈ ഇന്റർനാഷണൽ ട്രേഡിങ്ങിന് ഉപദേശങ്ങൾ നൽകുന്ന വ്യാജേനയാണ് പരിചയം സ്ഥാപിക്കുക. അങ്ങനെ പരിചയം സ്ഥാപിച്ച് പിന്നെ പതുക്കെ അവരുടെ ഓൺലൈൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില ഫണ്ട് ട്രാൻസ്ഫറുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകുന്നു. പിന്നീട് അവരിൽ നിന്നും പണം വാങ്ങി അത് ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ പണം വാങ്ങുന്നു. അങ്ങനെയാണ് തട്ടിപ്പിൻ്റെ തുടക്കമാകുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തായിരുന്നു 2 കോടി രൂപ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം മനു തട്ടിയെടുത്തത്. ആ വ്യക്തിയാണ് പരാതി നൽകിയതും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോയി. ഏറ്റവും ഒടുവിൽ അങ്ങനെ തട്ടിയെടുത്ത ഒരു 5 ലക്ഷം രൂപ മാത്രമാണ് ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. പക്ഷേ അപ്പോഴേക്കും മനു കോടികൾ തട്ടിയെടുക്കുകയും അവിടെ കംബോഡിയ കേന്ദ്രീകരിച്ച് ഇതൊരു വ്യാപാരം അല്ലെങ്കിൽ ഇതൊരു വാണിജ്യ തിരൂരങ്ങാടി സ്വദേശിയായ മനുവിൽ നിന്ന് കൂടുതൽ കണ്ണികളിലേക്ക് മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. മുഖ്യ ആസൂത്രകനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തിരൂരങ്ങാടി സ്വദേശി മനുവിനെ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ലുക്കൌട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും ഒക്കെ പുറപ്പെടുവിച്ചിരുന്നു. നിർണായകമായ അറസ്റ്റാണ്, മുഖ്യ ആസൂത്രകന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തലസ്ഥാനത്ത് വീണ്ടും സൈബർ തട്ടിപ്പിന് ശ്രമം എന്നുള്ള വാർത്ത, ഈ മുഖ്യ ആസൂത്രകനെ പിടികൂടിയെന്ന വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരികയാണ്.